ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ശങ്കരൻ MLAയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുത്തശ്ശി വിളിക്കാണേ, അമ്മേ ഞാൻ ഇത്തിരി തിരക്കില്ല എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ, മോനെ വെക്കല്ലേ, വേദ വിളിച്ചിരുന്നോ? അത് കേൾക്കുമ്പോൾ ശങ്കരൻ ഞെട്ടും. ആ അവളെ ആ MLAയുടെ ആൾക്കാരെ തട്ടിക്കൊണ്ടു പോയതായിരുന്നോ എന്ന് പറഞ്ഞ് സംഭവിച്ച കാര്യങ്ങളെല്ലാം വേദ പറഞ്ഞത് ശങ്കരനോട് പറയണേ. ശങ്കരൻ ഇതെല്ലാം കേട്ട് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പിറകിലേക്ക് തിരിഞ്ഞു നോക്കണേ. ഈ സമയം അയാൾ പറഞ്ഞ കള്ളത്തരവ് ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഡൽഹിയിലായിരുന്നു എന്ന് പറഞ്ഞ കാര്യം എന്നെ പ്രതിസ്ഥാനത്ത് പെടുത്തുകയാണെങ്കിലേ ഞാൻ സ്ഥലത്തില്ലാന്നേ, ഞാൻ തെളിയിച്ചോളാം എന്ന് പറഞ്ഞതും ആലോചിച്ച് കാറിൽ കയറി പോവാണ്. നന്ദിനി വീട്ടിലിങ്ങനെ തുടച്ചോണ്ടിരിക്കുക. അപ്പോഴായിരിക്കും വിക്രവും വേദയും വരുന്ന കാണുന്നത്. ഇത് കാണുന്നതും ഇവര് വന്നോ എന്ന് പറഞ്ഞ് അകത്തേക്ക് ഓടി പോവാണ്. ഇവര് വരുമ്പോ ആരും ഇല്ല അവിടെ എവിടെയും. ഇവരിങ്ങനെ പരസ്പരം നോക്കുകയാണ്. ശേഷം ചുറ്റിലും ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ സമയം നന്ദിനി അകത്ത് പോയിട്ട് ദാ വന്നിട്ടുണ്ട്. അപ്പൊ വിനയം ചോദിക്കും, ആരെ, ജപ്തിക്കാരാണോ? അവരല്ല, അതിന് കാരണക്കാരായവരെ. അത് കേൾക്കുമ്പോ ഇവരെല്ലാവരും ഞെട്ടിലോടെ നിൽക്കുക. വിക്രം വേദയും വന്നിട്ടുണ്ടെന്ന്. അമ്മ അപ്പൊ തന്നെ പുറത്തേക്ക് പോവും. ദേഷ്യമുണ്ട് മുഖത്ത്. ശ്രീചേർത്തിക്ക് നല്ല സന്തോഷമുള്ളത്. പിന്നാലെ ഇവരെല്ലാരും ചെല്ലും. ഇവര് കാണുമ്പോ വേദേ എന്ന് പറഞ്ഞ് ശ്രീജ ചിരിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോ കമല കൈ പിടിച്ചു വെക്കുക. എന്നിട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് രണ്ടുപേരെയും നോക്കണേ. കഴിഞ്ഞ 2 ദിവസം നീ എവിടെയായിരുന്നു വിക്രം? നന്ദിനിയും വിനയനും വരും. വിക്രം ഉണ്ടാകാൻ നിൽക്കുന്നതാണുമ്പോ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നിനക്കറിയോ? നന്ദിനി പറയും, നീ വരുമ്പോഴേക്കും അവരെല്ലാരും കൂടെ ഈ വീട് ഇടിച്ച് നിരത്താത്തത് ഭാഗ്യം. അവസാനമായി ജനിച്ച വീട് ഒരു നോക്ക് കാണാനായല്ലോ. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. വിനയം പറയും, ആ MLAയും ആൾക്കാരും വന്നിരുന്നോ? നിന്നെ ഇവളെയും കിട്ടിയില്ലെങ്കിൽ ഈ വീട്ടിലെല്ലാവരെയും കൂട്ടിയിട്ട് കത്തിക്കുന്നു പറഞ്ഞിട്ടാ പോയത്. അവരിതൊക്കെ കേട്ടിങ്ങനെ ഷോക്കായി നിൽക്കുമ്പോ കമലർ ഇതാ നോക്ക് എന്ന് പറഞ്ഞ് ആ ജപ്തി നോട്ടീസ് അവിടെ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അത് കാണിച്ചു കൊടുക്കണേ. വിക്രം വേദയും ഇതും വായിക്കണേ. ഇത് വായിച്ച് അവരൊന്നുകൂടെ ഞെട്ടും. ബാങ്കുകാർ വന്ന് പതിച്ചിട്ട് പോയ നോട്ടീസ് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങി കൊടുക്കണമെന്ന്. നന്ദിനി പറയും, എടാ ബാങ്കിൽ അടയ്ക്കാനുള്ള തുകയുടെ 1/3 വിനേട്ടൻ തരാന്ന് പറഞ്ഞപ്പോ നീയല്ലേ പറഞ്ഞത് മുഴുവൻ തുക അടച്ചോളാന്ന്? എന്നിട്ടിപ്പോ എന്തായി? ഇത് കേൾക്കുമ്പോ വേദമൊന്നും പറയുന്നില്ല. വിക്രം തലതാഴ്ത്തി നിൽക്കുക. ഈ സമയം മാഷ് അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് കണ്ട് അപ്പുറത്ത് നിൽക്കുക. വിനയം പറയും, 2 ദിവസമായിട്ടേ വീട്ടില് കറണ്ട് ഇല്ല. ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴേ കേറാൻ ആളില്ല, ശരിയാക്കിയിട്ട് നിൽക്കുന്നില്ല എന്നൊക്കെയാ മറുപടി. നന്ദിനി പറയും, എന്തായാലും എല്ലാരും കൂടെ തെരുവിൽ ഇറങ്ങാൻ നേരത്തെ ഒരു സഹായത്തിന് നീ എത്തിയല്ലോ, അത് നന്നായി. വിനയം പറയും, ഇതെല്ലാം വരുത്തി വെച്ചതേ നീയാണ് വിക്രം, അതോർത്തോ? വിക്രം ചോദിക്കും, വിനയേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? മാഷ് വന്നിട്ടേക്കും, അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ സബ് ജയിലിൽ കിടക്കുമ്പോ അയാൾ ഒരു തവണ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിട്ട് പോയി. ഈ കുട്ടി കൊടുത്ത മൊഴി കണക്കിലെടുക്കാതെ കോടതി വിധി പറഞ്ഞപ്പോ തുടങ്ങിയതാ അയാളുടെ കലി. നിന്നെ കിട്ടാതെ വന്നപ്പോ അയാൾ തീർത്തത് അത് ഈ കുടുംബത്തിന് നേരെയാ. 24 മണിക്കൂർ പോലും എടുത്തില്ല ജപ്തി നോട്ടീസ് കൊണ്ടുവന്ന് ഈ വീട്ടിന്റെ ചുമരിൽ പതിക്കാൻ. കറണ്ട് ഓഫീസിൽ പരാതി കൊടുക്കാൻ പോയപ്പോ ശരിയാവുന്നില്ല എന്നുള്ള മറുപടി. ഇപ്പൊ എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് കത്തിക്കുന്നുള്ള ഭീഷണി വേറെയും. ഒരു കുടുംബത്തെ മുഴുവൻ കൊല്ലാക്കൊല ചെയ്യാൻ മാത്രം എന്ത് തെറ്റാടാ ഞങ്ങൾ നിന്നോട് ചെയ്തത്? പക്ഷെ ഒരു കാര്യമുണ്ട്, അയാൾ ഉദ്ദേശിച്ചിടത്താക്കിയാണ് കാര്യം നീങ്ങുന്നതെങ്കിൽ അയാളെ കൊണ്ട് ഈ വീടിന് തീ കൊളുത്തില്ല ഞാൻ. അത് ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും. മാഷേ എന്ന് കമല വിളിക്കുമ്പോ മാഷ് പറയും, നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കിയവനെ മറ്റൊരാൾ പിഴുതെറിയുമ്പോഴുള്ള വില അറിയൂ കമല. വിക്രം ചോദിക്കും, ഇതിനു മുഴുവൻ ഞാനാണ് കാരണം എന്നാണോ അച്ഛൻ പറയുന്നത്? മാഷ് പറയും, അല്ലാണ്ടേ നീ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട കാര്യം മുഴുവനും ഇപ്പൊ ഈ കുടുംബം മൊത്തമായിട്ട് അനുഭവിക്കുക. ഇനി ഞങ്ങൾക്കിത് വയ്യ, മതിയായി. വിക്രം പറയും, മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളാരും എനിക്ക് വേണ്ടി ഒന്നും അനുഭവിക്കേണ്ടി വരില്ല. ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തിയപ്പോൾ അയാൾ ഇവളോട് ചെയ്തത് എന്താണെന്ന് അറിയാമോ? അത് കേൾക്കുമ്പോ എല്ലാവരും ചെറുതായിട്ട് ഞെട്ടുന്നുണ്ട്. വിക്രം പറയും, ജീനയുടെ ഓട്ടോയിലെ വീട്ടിലേക്ക് വന്നിരുന്ന ഇവളെ ഗുണ്ടകളെ വെച്ച് കടത്തിക്കൊണ്ടുപോയി. ഇവളെ രക്ഷിക്കാനായി ആ വണ്ടിയുടെ പിന്നാലെ ഓടുമ്പോഴാ ജീന ലോറിക്കിടയിൽ പെട്ടുപോയത്. അങ്ങനെയാ ജീന പോയത്. ഇത് കേൾക്കുന്ന അവരാകെ ഞെട്ടിപ്പോവാണേ. ഇതെല്ലാം ചെയ്തിട്ടും വാസവൻ MLA ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നു. തെറ്റ് മുഴുവൻ നിന്റേത് അല്ലേ? നന്ദിനി പറയും, തെറ്റ് നിന്റേതല്ല വിക്രം, നിന്റെ ഭാര്യ വേദയുടെ. വാസവന്റെ മകനുമായി നീ തല്ലുണ്ടാക്കിയപ്പോ അത് നേരിട്ട് കണ്ടെന്ന് പറഞ്ഞ് സത്യവതി ചമഞ്ഞതാരാ? നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവളത് ചെയ്യുമായിരുന്നോ? അപ്പൊ വേദ പറയും, നന്ദിനി എടുത്തി അത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിക്രമിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നാടകം മതിയാക്ക് വേദേ. എന്നിട്ട് വിക്രമിന്റെ ജീവൻ ഇപ്പോഴും നീ അപകടത്തിലാക്കിയില്ലേ? നിനക്ക് വിക്രമിനോട് പ്രതികാരം ചെയ്യണമായിരുന്നു. അതിനുവേണ്ട ഓരോ അവസരവും നീ ഉപയോഗിച്ചു. ആദ്യം വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞ് അവനെ ജയിലിലാക്കി. പിന്നെ ആ ദർശൻ വക്കീലിനെ വെച്ച് ഇവനെ പുറത്തിറക്കി. അങ്ങനെ ആ വാസവനെ ഇവിടെ എല്ലാവരോടും പക വർദ്ധിച്ചു. ഇപ്പൊ ഈ വീടടക്കം നശിപ്പിച്ചു കളയാൻ തയ്യാറായത് അതുകൊണ്ടല്ലേ? ആദ്യം മുതലേ നീ അയാളുടെ കൂടെ നിന്ന് കരുക്കൾ നീക്കായിരുന്നു വേദേ. അതിപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ വേദ പറയും, ഏട്ടത്തിക്ക് നല്ലതേ കഥ എഴുത്തലാണ്. ഒരുപാട് ഭാവന ഉണ്ടാവുന്നുണ്ട് ഇപ്പോ. ഞാൻ എടുത്ത എല്ലാ തീരുമാനങ്ങൾക്കും എനിക്ക് എന്റേതായ ന്യായമുണ്ട്. മാഷ നോക്കിക്കൊണ്ട് പറയും, അത് ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് വിക്രം ആ വാസവന്റെ
മകനെ തല്ലിച്ചതച്ചതെന്ന് ഞാൻ അറിഞ്ഞപ്പോ വൈകിപ്പോയി. അറിഞ്ഞിരുന്നെങ്കിൽ വിക്രം ചെയ്യുന്നത് ശരിയാണെന്ന വിശ്വാസം ഇല്ലെങ്കിലും ഞാൻ എതിരെ സാക്ഷി പറയാൻ പോവില്ലായിരുന്നു. കാരണം വിക്രം അത് ചെയ്തത് ഒരു പെൺകുട്ടിയുടെ മാനത്തിന്റെ വില എന്താണെന്ന് അറിയുന്നതുകൊണ്ടാണ്. പിന്നെ ഏട്ടത്തിയുടെ കണ്ടെത്തലുണ്ടല്ലോ, ആ രാഷ്ട്രീയക്കാരനോടൊപ്പം നിന്ന് ഞാൻ ഈ വീടിനെതിരെ കരു നീക്കായിരുന്നു എന്ന്. പട്ടാപകലെ ഒരു കൂട്ടം ഗുണ്ടകളെ തെരുവിൽ നിന്ന് ബലാത്കാരമായി കൊണ്ടുപോവുകയും ഒരു ദിവസം മുഴുവനും ഏതോ കെട്ടിടത്തിനുള്ളിലെ ബലമായി എന്നെ കെട്ടിടുകയും ചെയ്തത് അയാളും ഞാനും കൂടി നടത്തിയ നാടകമായിരുന്നു എന്നാണോ? ഇത് കേൾക്കുമ്പോഴാണ് എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അനാവശ്യമായി ഒരാൾ കയ്യിൽ തൊട്ടാ പോലും ഒരു പെണ്ണിനെ സഹിക്കാനാവില്ല. തെരുവിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാര് ബലമായി പിടിച്ചോണ്ട് പോയിട്ടും ആ അപമാനം ഞാൻ സഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒന്നേ ഉള്ളൂ, വിക്രത്തിൽ എനിക്കുള്ള വിശ്വാസം. ഞാൻ ചെയ്തതൊന്നും തെറ്റല്ല എന്നുള്ള ഉറപ്പ് എന്ന് പറഞ്ഞിട്ട് വേദത്ത് പോകാൻ നിൽക്കുമ്പോ നന്ദിനി തടയാൻ എന്നുള്ള രീതിയില് മുന്നോക്കി നിൽക്കുമ്പോ ഇത് കാണുന്ന മാഷു പറയും, ഈ വീട് ജപ്തിയായി കൊണ്ടുപോകുന്നത് വരെ ഇവിടെ ആരൊക്കെ താമസിക്കണം ആരൊക്കെ പോകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ്. അതിന്റെ ഒരു മരുമകൾക്കും ഞാൻ കൽപ്പിച്ചു തന്നിട്ടില്ല. വേദയ്ക്ക് അകത്തേക്ക് പോകാം. ഇത് കേൾക്കുമ്പോ വേദ അകത്തേക്ക് പോവാണേ. പിന്നാലെ വിക്രമും റൂമിലേക്ക് പോകും. കമലയ്ക്ക് അപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതും ആലോചിച്ച് ഇങ്ങനെ നിൽക്കണം അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് രാധയുടെ വീട്ടിലെ രാധ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അങ്ങോട്ട് രാധയുടെ അമ്മ എവിടെയോ പോയി വരികയാണ്. റേഷൻ കടയിൽ എവിടെയോ പോയി വന്നതാണ്. അതേക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാ. നീ എന്താടി ഇത് കേട്ടിട്ടൊന്നും മിണ്ടാത്തത്? എനിക്ക് താല്പര്യമില്ലാത്തോണ്ട് എന്ന് രാധ പറയുമ്പോ, ഹോ ആ ചെറുക്കനെയും പെണ്ണിനെയും 2 ദിവസമായിട്ട് കാണാനില്ലാത്തോണ്ടായിരിക്കും അല്ലേ? രാധ പറയുകയാണെങ്കിൽ തന്നെ അമ്മയ്ക്ക് ഇപ്പൊ എന്താ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരാളെ കാണാതാവുമ്പോ മനുഷ്യൻ പേടിക്കാതിരിക്കോ? അതിന് നീ എന്തിനാ പേടിക്കുന്നത്? അവൻ പോയിരിക്കുന്നത് അവന്റെ ഭാര്യയുടെ കൂടെയല്ലേ. രാധ ഇങ്ങനെ തുറച്ചു നോക്കുമ്പോ, എന്തിനാ നീ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞു ശരിയല്ലേ? അപ്പൊ രാധ പറയും, അവളെ കാണാനില്ല എന്നറിഞ്ഞതിന് പിറ്റേ ദിവസം ഞാൻ വിക്രമേട്ടനെ കണ്ടതാ ജീനയുടെ വീട്ടിൽ വെച്ച്. അതിനുശേഷം വിക്രമേട്ടനെ കാണാതായത്. എനിക്ക് തോന്നുന്നത് MLA ആണ് ഇതിന് പിന്നിലെന്നാ. അമ്മ പറയും, എങ്കിൽ പിന്നെ നീ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ല്. ആ ചോദിക്കും എന്ന് രാധ പറയുമ്പോ രാധയുടെ അമ്മ പറയും, എടി പൊട്ടിക്കളി, അവനും അവളും കൂടെ വീട്ടിലെത്തിയിട്ടുണ്ട്, ആദ്യം അത് അന്വേഷിക്കും. റേഷൻ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചു വരുമ്പോ ഞാൻ കണ്ടതാ എന്ന് പറഞ്ഞ് സാധനം വാങ്ങിച്ചിറങ്ങുമ്പോ വിക്രവും വേദയും കൂടെ ബൈക്കിൽ പോകുന്നത് കണ്ടത് രാധയോട് പറയാണ്. എന്താ എന്റെ മോൾക്ക് മനസ്സിലായില്ലേ? അവര് MLAയുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്തോന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേ അവര് രണ്ടുപേരും ബൈക്കിൽ ഊരി ചുറ്റുക. മനസ്സിലായോ എന്റെ മോൾക്ക്? മനുഷ്യന് ബുദ്ധിമോശം പറ്റാം, പക്ഷെ നിന്നെ പോലെ അന്തവും കുന്തവും ഇല്ലാത്തവൾ ആവരുത്. ചെലവാക്കടി, കയ്യിലുള്ള ക്യാഷേ എന്നോ സ്നേഹിച്ച ചെറുക്കിന് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരുന്നോ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ പോകാൻ തുടങ്ങും. എന്നാ പിന്നെ തിരികെ വന്നിട്ട് കുറച്ച് സ്നേഹത്തിൽ സംസാരിക്കുക. നിന്റെ അച്ഛൻ കുടിയനായിരിക്കും, വീടിനു വേണ്ടി ഒന്നും ചെയ്യാത്ത മനുഷ്യനാ. പക്ഷേ ഈ ജീവിതം മുഴുവനും ഞാൻ അയാളോടൊപ്പം ജീവിച്ചതിന് ഒരു കാരണമുണ്ട്. എന്താന്നറിയോ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാ ആ മനുഷ്യന് താങ്ങാൻ കഴിയില്ല. പട്ടി കരയുന്നത് പോലെ നിന്ന് കരയാൻ തുടങ്ങും. മോളെ, എന്തും വാങ്ങിക്കാം, പക്ഷേ മനസ്സ് വാങ്ങിക്കാൻ കിട്ടില്ല. അത് ദൈവത്തെ പോലെയാ. ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, എങ്കിലും കാണാൻ കഴിയില്ല. ആ മനസ്സൊരാൾക്ക് കൈമാറുമ്പോഴാ ആണും പെണ്ണും തമ്മിലുള്ള ജീവിതത്തിന് ഒരു ഉറപ്പുണ്ടാവുന്നത്. അത് അവർക്കിടയിൽ ഇപ്പൊ ഉണ്ട്. അത് നീ ഓർത്ത നന്ന് എന്ന് പറഞ്ഞ് അമ്മ അവിടുന്ന് പോകുമ്പോ രാധ ഇങ്ങനെ ഇപ്പോഴും വിഷമത്തോടു കൂടെ നിൽക്കാണ് അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ കുളിച്ച് ഫ്രഷായി റൂമിലിരിക്കുമ്പോ ശ്രീജ അങ്ങോട്ട് വരും. അങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ, ദാ എന്ന് പറഞ്ഞ് ചായ കൊടുക്കണേ. വേദ ആദ്യം വേണ്ടാന്ന് പറയും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, കുടിക്കെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുമ്പോ വേദ വാങ്ങിക്കും. അമ്മയ്ക്ക് എന്നോട് എന്തോ ദേഷ്യമുള്ളത് പോലെ തോന്നുന്നു അല്ലേ ശ്രീചേട്ടത്തി? അമ്മയ്ക്ക് ആരോടെങ്കിലും ദേഷ്യപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മയ്ക്ക് വിഷമമുണ്ട്, അത്രേ ഉള്ളൂ. വേദ പറയും, ഞാൻ വിക്രത്തിനെതിരെ സാക്ഷി പറഞ്ഞത് വിക്രത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനാ ശ്രീചേട്ടത്തി. ശ്രീജ പറയും, അതെനിക്ക് മനസ്സിലായി. വേദ പറയും, പക്ഷേ അമ്മ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നേരെ തിരിച്ചല്ലേ? വേദയാണ് വിക്രത്തിനെ കുടിക്കതെന്ന് അമ്മയെ വിശ്വസിപ്പിക്കാനായി നന്ദിനി അവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വേദ പറയും, അമ്മ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും എന്റെ മനസ്സിൽ തട്ടാൻ പോകുന്നില്ല. എനിക്ക് പേടി ആ MLA ഇനി എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് ഓർത്തിട്ടാ. അയാളെ ഒരു ചീത്ത മനുഷ്യനാണേ, അയാളെക്കാളും ക്രൂരനാ അയാളുടെ മകൻ. അവൻ ചെയ്തത് ഓർക്കുമ്പോൾ വിക്രമിനെ പോലെ ഒരാളെ അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ശ്രീജയ്ക്കും വഴിന്ന് പിടിച്ചോണ്ട് പോയിട്ട് ഒരു ദിവസം മുഴുവൻ അവിടെ കെട്ടിയിട്ടോ? ഒന്നല്ല, ചുറ്റിലും കുറെ ഗുണ്ടകളും അവരുടെ ചീത്തവിളിയും അവരുടെ സംസാരവും. പിന്നെ ഇടയ്ക്ക് എപ്പോഴും അയാൾ വന്നു, ആ വാസവൻ. ശ്രീജയ്ക്കും എങ്ങനെ ധൈര്യം കിട്ടി? വിക്രം എങ്ങനെയെങ്കിലും അന്വേഷിച്ചു വരുന്ന എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. അതായിരുന്നു എന്റെ ധൈര്യം. ശ്രീജോറിയും ജീനയ്ക്ക് അപകടം പറ്റിയ കാര്യം ഞങ്ങൾ അറിഞ്ഞായിരുന്നു, പക്ഷേ അത് ഇതിനിടയിലാണ് സംഭവിച്ചതെന്ന് അറിഞ്ഞില്ല. വേദ പറയും, വിക്രം പറഞ്ഞപ്പോഴാ ഞാനും വല്ലാതായത്. പാവം, എനിക്ക് വേണ്ടി അവളുടെ അമ്മയുടെ സങ്കടം കണ്ടു നിൽക്കാൻ എനിക്ക് ആയില്ല. എനിക്ക് വേണ്ടി അവള് ജീവൻ കളഞ്ഞെന്ന് ഓർക്കുമ്പോഴാ. അപ്പോൾ തന്നെ ശ്രീചേർത്തി പറയും, അങ്ങനെ ചിന്തിക്കേണ്ട മോളെ, അതൊരു അപകടമായിരുന്നില്ലേ? ജീനയുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് കാരണം നിങ്ങളല്ല, ആ വാസവനാണ്. അതാ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. നമ്മുടെ വീടിന്റെ ജപ്തി വേഗത്തിലാക്കിയതോ അയാളാ, ഇവിടെ കറണ്ട് ഇല്ലാതാക്കിയതോ അയാളാ. വേദ പറയും, അതാ ഞാൻ പറഞ്ഞത്, അയാളെ എന്ത് ചെയ്യുന്ന ഓർത്താ എന്റെ പേടിയെന്ന്. അങ്ങനെ അവരോട് സംസാരിച്ചിരിക്കുക. ഇതേ സമയം കമല അവരുടെ പറമ്പിൽ പോയിരിക്കണേ. പിന്നാലെ നന്ദിനിയുണ്ട്. അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്?
കമല നോക്കുമ്പോ അല്ല ഞാൻ ഉദ്ദേശിച്ചത് പേടിച്ചിട്ട് കാര്യമില്ലല്ലോന്നാ. കമല പറയും അയാൾ പറഞ്ഞ പോലെ ചെയ്യുന്നവൻ കണ്ടില്ലേ വേദയെ വഴിന്ന് പിടിച്ചോണ്ട് പോയത്. നന്ദിനി പറയും അമ്മ അത് വിശ്വസിച്ചോ? അത് അവർ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയ കഥയാണെന്ന് എനിക്ക് തോന്നുന്നത്. നീ എന്തൊക്കെയാ പറയുന്നത് നന്ദിനി? നമ്മളെപ്പോലെ ഒരു നാട്ടിലെ 5-6 ഗുണ്ടകളെ വേദയെ പോലെ ഒരാളെ തട്ടിക്കൊണ്ടുപോയാൽ ഇങ്ങനെ തിരിച്ചു കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണോ? അമ്മ ഇങ്ങനെ നോക്കുമ്പോ അല്ല എനിക്ക് തോന്നിയേ ഞാൻ പറഞ്ഞേ ഉള്ളൂ. കമല പറയും വിക്രം നുണ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ ആ കഥ തൊണ്ട വിടാതെ വിഴുങ്ങാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ വാസവന്റെ ആൾക്കാര് അവളെ തട്ടിക്കൊണ്ട് പോയിട്ടില്ലെന്നാണോ? അത് തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതിലൊന്നും ഉൾപ്പെടാതിരുന്ന പാവം ജീനയുടെ മരണം സംഭവിച്ചത്. കമല പറയും നീ പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അവര് വന്നു കയറിയപ്പോ ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെ. ഇത് വേദയും ആ വാസവനും കൂടെ ചേർന്നുള്ള തട്ടിപ്പ് നാടകമാണെന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെയെങ്കിലും വിക്രമിനെ അയാളുടെ താവളത്തിൽ എത്തിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ അയാൾ ആവിഷ്കരിച്ച നാടകം അതിന് വേദ കൂട്ടുനിന്നു. അതാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ അവൾക്കൊരു പോറല് പോലും ഇല്ലാതെ വിക്രം വരുന്നത് വരെ അവർ കാത്തുവെക്കോ? അമ്മ പറ. ഇതൊക്കെ കേൾക്കുമ്പോ അത് ശരിയാണെന്ന് കമലയ്ക്ക് തോന്നുക. അങ്ങനെ അതേക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. പിന്നീട് കാണിക്കുന്ന പ്രൊമോലെ കമലയോടെ അമ്മ വന്ന് ഇവരെ തമ്മിൽ പിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതും കമല അതിന് തയ്യാറായി വീട്ടിലേക്ക് വരുന്നതൊക്കെയാട്ടോ. ഇതേ സമയം വേദയോടെ നന്ദിനി ഇങ്ങനെ ചൊറിയാൻ വരുമ്പോ വിക്രത്തെ എന്നിൽ നിന്ന് പിരിക്കാൻ ഇനി ആരെ കൊണ്ട് സാധിക്കില്ല, അതിന് കാരണം എന്താണെന്ന് അറിയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കാണിച്ചാണ് ആ പ്രൊമോ കഴിയുന്നത്. അപ്പൊ ഡീറ്റെയിലും റിവ്യൂ ആയിട്ട് പിന്നീട് കാണാം. ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്